പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മനോഹരമായ ഈ ഞായറാഴ്ച വിശുദ്ധ എവൻഗേലിയോൻ ഭാഗമായി നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചിട്ടുള്ളത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെയുള്ള വേദഭാഗങ്ങളാണല്ലോ. വളരെ പ്രധാനമായും മർമ്മപ്രധാനമായും ചില ചിന്തകളെ നമുക്ക് ഈ വേദഭാഗത്തിൽ കൂടെ പഠിക്കുവാനായിട്ട് സാധ്യമാണ്. അനന്തരം തൻ്റെ ആരോഹണ നാളുകൾ തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ദൃഷ്ടി വെച്ചു. അവൻ തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവന് സ്ഥലമൊരുക്കുവാനായി ശമര്യരുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ യെരൂശലേമിൽ പോകുവാൻ ദൃഷ്ടി വച്ചിരുന്നവരാകൊണ്ട് അവർ അവനെ കൈക്കൊണ്ടില്ല. അത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും അവനോട്, കർത്താവ്, ഏലിയാവ് പ്രവർത്തിച്ചതുപോലെ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത് നിനക്കിഷ്ടമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞവരെ ശാസിച്ചുകൊണ്ട്, നിങ്ങൾ ഏതാത്മാവിനുള്ളവരെന്ന് നിങ്ങളറിയുന്നില്ല. മനുഷ്യപുത്രനാകട്ടെ ആത്മാക്കളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതൊരു ഭാഗമാണ്. വളരെ മർമ്മപ്രധാനമായും ഒരു ചിന്ത ആ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നു. കർത്താവ് യെരൂശലേമിലേക്ക് പോകുവാനായിട്ട് ഇച്ഛിക്കുന്നതായ ഒരു ദിവസം, തൻ്റെ ആരോഹണത്തിൻ്റെ നാളുകൾ, അതായത് തൻ്റെ ഈ ലോകത്തിലുള്ള തൻ്റെ പീഡാമരണത്തിൻ്റെ നാളുകൾ സമീപമായ സമയത്ത് അവൻ യെരൂശലേമിലേക്ക് പോകുവാനായിട്ട് ദൃഷ്ടി വെച്ച് അതിനായി തയ്യാറാകുമ്പോൾ ശമര്യരുടെ ഗ്രാമത്തിൽ കൂടെ അവൻ കടന്നു പോകുവാൻ ഇടയെത്തുന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകാൻ നിശ്ചയിച്ചിരുന്നത് കൊണ്ട് ശമര്യക്കാർ അവനെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് തിരുവചനത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധ്യമായി തീരുക. ഇതിനു മുമ്പുള്ളൊരു കാലഘട്ടം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം നാം പരിശോധിക്കപ്പെടുമ്പോൾ ശമര്യ പട്ടണത്തിലേക്ക് യേശു കടന്നു ചെല്ലുന്നതും വളരെ ഊർജ്ജസ്വലമായൊരു സ്വീകരണം കർത്താവിന് ശമര്യരുടെ പട്ടണത്തിൽ ലഭിക്കപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശമര്യ പട്ടണത്തിലെ കിണറ്റിൻ്റെ അരികിൽ ഒരു സ്ത്രീയുമായി സംവദിച്ച് അവളുമായി സംസാരിച്ച് അവളുടെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ചു കുടിക്കുവാനുള്ളൊരു ശ്രമമൊക്കെ കിണറ്റിൻ്റെ കരയിൽ വെള്ളം ചോദിച്ചു നിൽക്കുന്ന ക്രിസ്തുവിനെയും, ഒടുവിൽ അവൾ മശിഹായെ കണ്ടെത്തി ശമര്യ പട്ടണത്തിൻ്റെ നടുവിലേക്ക് ഓടിച്ചെന്ന് ഞാൻ വരാനിരിക്കുന്ന മശിഹായെ കണ്ടെത്തി എന്ന് വെളിപ്പെടുത്തുമ്പോൾ ശമര്യക്കാർ ഒരു പറ്റം ആളുകൾ ഒരുമിച്ച് വന്ന് കർത്താവിനെ സ്വീകരിക്കുകയും അവരോടൊപ്പം താമസിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധ്യമാണ്. വളരെ ശ്രദ്ധേയമായ ഒരു സ്വീകരണവും ഒരു കാഴ്ചപ്പാടും അവിടെ ക്രിസ്തുവിന് ലഭിക്കപ്പെടുന്ന ഒരു സംഭവത്തെ നമുക്കവിടെ കാണാൻ സാധ്യമാണ്. എന്നാൽ ഇവിടെ തിരുവചനം പഠിപ്പിക്കപ്പെടുന്നത് ശമര്യക്കാർ കർത്താവിനെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അവരുടെ സ്വന്തം താല്പര്യത്തിന് നിൽക്കാതെ വരുന്ന ഒരുവനെ സ്വീകരിക്കാതിരിക്കുന്ന ശമര്യക്കാരുടെ മനോഭാവം ഒരു ഭാഗത്ത്. ഈ ശമര്യക്കാർ അവനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ യോഹന്നാനും യാക്കോബും കൂടെ വന്ന് കർത്താവിനോട് പറയുന്നത്, ഏലിയാവ് അഗ്നി ഇറക്കിയതുപോലെ ആകാശത്തുനിന്ന് തീ ഇറക്കി അവരെ ദഹിപ്പിച്ചു കളയുന്നത് നിനക്ക് വിഹിതമോ, നിനക്കിഷ്ടമോ എന്നാണ് ചോദിക്കുക. കർത്താവ് തിരിഞ്ഞു നിന്ന് അവരെ ശാസിച്ചുകൊണ്ട് അവരോട് പറയും, നിങ്ങൾ ഏതാത്മാവിനുള്ളവരാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യപുത്രൻ ആത്മാക്കളെ നശിപ്പിപ്പാനല്ല വന്നിരിക്കുന്നത്, ആത്മാക്കളെ നേടുവാനത്രേ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് പഠിപ്പിക്കപ്പെടുന്ന മനോഹരമായൊരു സന്ദർഭം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, തങ്ങൾക്ക് അനുകൂലമല്ലാത്തവരെല്ലാം നശിക്കണമെന്നുള്ള അപ്പോസ്തലന്മാരുടെ ഏറ്റവും താഴ്ന്ന ചിന്താഗതിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ്റെ ജീവിതത്തെ നാം പരിശോധിക്കപ്പെടുമ്പോൾ യോഹന്നാൻ ഇതിനു മുമ്പും പല പ്രാവശ്യങ്ങളിലും അത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി ക്രിസ്തുവിൻ്റെ സമീപം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ആ സമയങ്ങളിലെല്ലാം ശാസനയോടുകൊണ്ട് തന്നെ യോഹന്നാനെ ക്രിസ്തു ശാസിക്കുന്നതും നമുക്ക് കാണാൻ സാധ്യമാണ്. ഇവിടെ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു പറ്റം ആളുകൾ, തങ്ങളുടെ ഗുരുനാഥനെ സ്വീകരിക്കാത്തതായ ഒരു പറ്റം ആളുകൾ, ഈ ശമര്യക്കാർ അവനെ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ പട്ടണത്തെ തീയിറക്കി ദഹിപ്പിച്ച് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ, അപേക്ഷിക്കുന്നതായ, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതായ യോഹന്നാനെ, യാക്കോബിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇന്ന് നമ്മളിൽ എത്ര പേര് ഈ തരത്തിൽ വ്യത്യസ്തരായിട്ടുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നമ്മളിൽ പലരും ഇന്ന് യാക്കോബിനെ പോലെ, യോഹന്നാനെ പോലെ പ്രാർത്ഥിക്കുന്നവരല്ലേ? എനിക്കനുകൂലമല്ലാത്തവൻ നശിച്ചു കാണണമെന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ,
എൻ്റെ ചിന്തകൾ, എൻ്റെ സ്വാർത്ഥതകൾ, എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അവനെ ഉന്മൂലനാശം വരുത്തുവാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു പറ്റം ആളുകളെ ഇന്ന് ലോകത്തിന് നടുവിൽ നമുക്ക് കാണാൻ സാധ്യമായി തീരുകയും പല പള്ളികളിലെയും പ്രതിസന്ധികളുടെ കാരണമെന്ന് പറയുന്നത് സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അച്ഛന്മാർ നിൽക്കാതെ വരുമ്പോൾ ആ അച്ഛനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതായ, തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നതായ ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ചും അച്ഛനെ നശിപ്പിച്ച് കളയാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതങ്ങളിലും ഇടവക ജീവിതങ്ങളിലും എല്ലാ മേഖലകളിലും ഇന്ന് നിലനിൽക്കപ്പെടുന്ന അധാർമികമായൊരു മാർഗമായി ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. ഇവിടെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ചിന്താഗതിയാണ്. കർത്താവ് അവരോട് പറയുന്നു ശാസിച്ചു എന്നാണ്. അവരെ ശാസിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഏതാത്മാവിനുള്ളവരാണെന്ന് ഞാൻ അറിയുന്നില്ല, നിങ്ങളും അറിയുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ ചിന്തകൾ ദുരാത്മാവിൻ്റേതാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ വരുന്നു എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നതായ സന്ദർഭം. അനുഗ്രഹിക്കപ്പെട്ടവരെ തങ്ങൾക്ക് അനുകൂലമല്ലാത്തവരെല്ലാം നശിക്കണമെന്നുള്ള ഒരു ചിന്ത ഇവിടെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. അതവരുടെ ജീവിതത്തിലൊരു വലിയ താഴ്ന്ന ചിന്താഗതിയാണ്. ഇന്ന് നമ്മളിലും അത്തരത്തിലുള്ള ആളുകളുണ്ടോ എന്ന് ഞാൻ നിങ്ങളും പരിശോധിക്കപ്പെടേണ്ട കാലഘട്ടമാണ്. തങ്ങൾക്ക് അനുകൂലമല്ലാത്തവരെല്ലാം നശിക്കണമെന്നുള്ള ദുരാത്മാവിൻ്റെ ചിന്ത. ക്രിസ്തു പറയുന്നത്, ഞാനോ ലോകത്ത് വന്നത് ആത്മാക്കളെ നശിപ്പിക്കാനല്ല, ആത്മാക്കളെ രക്ഷിക്കാനാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ദാഹത്തെ, ആത്മദാഹത്തെ നമുക്കിവിടെ കാണുവാൻ സാധ്യമായിത്തീരും. രണ്ടാമതൊരു ഭാഗം പറയുന്നത്, ഒരുവൻ കർത്താവിൻ്റെ പിന്നാലെ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ്, ഞാൻ നിൻ്റെ പിന്നാലെ വരാൻ എന്നെ അനുവദിക്കണമെന്ന്. കർത്താവിനോട് പറയുന്നത്, ഈ ലോകത്ത് ആകാശത്തിലെ കിളികൾക്ക് ചായ്ക്കാൻ അവർക്ക് ഇടമുണ്ട്, കുറുനരികൾക്ക് ഗുഹയുണ്ട്, പക്ഷികൾക്ക് കൂടുണ്ട്. എന്നാൽ മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ലാത്തവനാണ്. നീ എൻ്റെ പിന്നാലെ വരണം, എൻ്റെ പിന്നാലെ വരണമെന്ന് പറയുമ്പോൾ നീ എൻ്റെ പിന്നാലെ വന്നാൽ എനിക്ക് തലചായ്ക്കാൻ ഇടമില്ലാത്തവനാണ്, ലോകത്തിലൊന്നുമില്ലാത്തവനാണ്, ഞാനൊരു ദരിദ്രനാണ്. ഈ ലോകത്ത് നിനക്ക് ലഭിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും. ദൈവത്തിൻ്റെ പിന്നാലെ വരുന്നതായ ഒരു പറ്റം ആളുകളുടെ ജീവിതത്തിൽ ലോകം നൽകിപ്പോരുന്ന ചില തിന്മകളെക്കുറിച്ച് ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകം നമുക്ക് തരാൻ പോകുന്നത് ഇന്നതൊക്കെ ആയിരിക്കും. എന്താണ്? ആകാശത്തിലെ കിളികൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് മാളമുണ്ട്, പക്ഷേ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ലെന്ന് പറയുമ്പോൾ അവൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ മടങ്ങിപ്പോകുന്ന ഒരു ചരിത്രത്തെ നമുക്ക് കാണാൻ സാധ്യമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്നാൽ ഒരുവനോട് കർത്താവ് പറയുന്നു, എൻ്റെ പിന്നാലെ വരിക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായി പോയി എൻ്റെ അപ്പൻ്റെ മൃതശരീരത്തെ മറവ് ചെയ്തിട്ട് വരാം. അവൻ്റെ അപ്പൻ മരിച്ചു കിടക്കുന്നവനല്ല, മറിച്ച് അവൻ്റെ അപ്പനെ അടക്കം ചെയ്തിട്ട്, അപ്പൻ മരിച്ചു അവൻ്റെ അപ്പൻ്റെ അടക്ക് തീർത്ത് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീർത്ത് കഴിയുമ്പോൾ ഞാൻ നിൻ്റെ പിന്നാലെ വരാം എന്ന് പറയുന്നൊരു മനുഷ്യൻ. കർത്താവ് അവനോട് പറയുന്നു, മരിച്ചവരെ ഖബറടക്കം ചെയ്യട്ടെ, നീയോ എൻ്റെ പിന്നാലെ വരിക എന്നാണ്. മറ്റൊരുത്തൻ പറയുന്നത് ഇങ്ങനെ, കർത്താവ്, ഞാൻ നിൻ്റെ പിന്നാലെ വരാം, എൻ്റെ വീട്ടുകാരോട് പോയി അനുവാദം ചോദിച്ചിട്ട് വരാൻ നീ എന്നെ അനുവദിക്കണം. കർത്താവ് തിരിഞ്ഞ് അവരോട് പറയുന്ന ഒറ്റ കാര്യം ഇത് മാത്രമാണ്, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ഒരു കാലത്തും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ഒരു കാലത്തും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ലേ. 3 തരത്തിലുള്ള ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഇവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഒന്നാമതൊരുത്തൻ ജീവിതത്തിൽ സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, അവകാശങ്ങൾ ഒന്നും ലഭിക്കില്ല. കർത്താവിൻ്റെ പിന്നാലെ പോയാൽ ലഭിക്കാൻ പോകുന്നത് ഈ ലോകത്തിൻ്റെ ദാരിദ്ര്യം മാത്രമായിരിക്കും. അവന് സമ്പത്തോ സമൃദ്ധിയോ ഒന്നും ഉണ്ടാവില്ല എന്നറിഞ്ഞപ്പോൾ വേദനയോടെ മടങ്ങിപ്പോകുന്ന ഒരുത്തൻ. മറ്റൊരുത്തൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ വരാം, പക്ഷെ വരണമെങ്കിൽ അവന് വ്യവസ്ഥകളുണ്ട്. അവൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം ക്രമപ്പെടണം, എല്ലാം സുരക്ഷിതമാകണം, തൻ്റേതായ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് തൻ്റെ പിന്നാലെ വരാമെന്ന് പറയുന്നവൻ. മൂന്നാമതൊരുത്തൻ വീട്ടുകാരുടെ അനുവാദത്തോടെ വരാമെന്ന് പറയുന്നവൻ. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുന്നവനാണ് ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ. ഒരിക്കലും ഇറങ്ങിത്തിരിച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ലെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ മഹത്വകരമായ ഞായറാഴ്ച 2 ചിന്തകളാണ് ദൈവം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഒന്ന്, ജീവിതത്തിൽ തങ്ങളെ അനുകൂലിക്കാത്തവർ നശിക്കണമെന്നുള്ളത് ദുരാത്മാവിൻ്റെ ചിന്തയാണ്. ദൈവത്തിൻ്റെ ചിന്തയോ എല്ലാവരുടെയും നന്മയും എല്ലാവരുടെയും ഉയർച്ചയും എല്ലാവരുടെയും രക്ഷയുമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളിയുടെ മുൻപിൽ
പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ, ചോദ്യം ചെയ്യാതെ ദൈവവിളി കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടാകണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസം ദൈവമേ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ, അല്പസമയം നിൻ്റെ വചനത്തെ ധ്യാനിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം, കരുതുന്ന വിധങ്ങൾക്കായി സ്തോത്രം. നിൻ്റെ മക്കളായി ജീവിപ്പാൻ തിരഞ്ഞെടുത്ത പാതകളിൽ നിന്ന് അണുവിട പോലും പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ വിശ്വാസത്തിൻ്റെ ജീവിതത്തെ പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.